മുമ്പ് നമ്മൾ ബാത്റൂമിൽ ടൈലിൻ്റെ മുകളിൽ ടൈൽ ഒട്ടിക്കുന്ന വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് സാധാ പ്ലെയിൻ ഫ്ലോറിൻ്റെ മുകളിൽ ടൈൽ ഒട്ടിക്കുന്ന വീഡിയോ ആയിട്ട്. ഇവിടെ പുതിയ ടൈൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമുള്ള ഫ്ലോറ് നമ്മൾ ഗ്രൈൻഡർ വെച്ചിട്ട് ഗ്രൈൻഡിങ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് വരയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതൊരു ആസിഡ് വാഷ് ചെയ്യുന്നുണ്ട്. ആസിഡ് വാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൗഡർ കാര്യങ്ങൾ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് സർഫസിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4x2 ഒരു കാർവിംഗ് ഫിനിഷിങ് വരുന്ന നല്ലൊരു രസമുള്ള ടൈലാണ് ഇവിടെ വിരിക്കുന്നത്. ബാത്റൂമിൽ നമ്മൾ ടൈലിൻ്റെ മുകളിൽ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് നമുക്കൊരു ചലഞ്ചിങ്, നമുക്ക് നല്ല വീടിൻ്റെ ക്ലയൻറ്റിന് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടെ ഫ്ലോറിൽ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ പ്ലംബിങ്ങിൻ്റെ പ്രശ്നങ്ങളോ ഇലക്ട്രിക്കിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും വരുന്നില്ല. ലീക്കിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കാരണം ഇവിടെ നമുക്ക് ആകെ പഴയ ഫ്ലോറിൻ്റെ മുകളിൽ ടൈൽ ഒട്ടിക്കാനുള്ളൂ. ആകെ നമുക്ക് ഒഴിവാക്കാനുണ്ടാവുക ആദ്യത്തെ സ്കാറ്റിങ് മാത്രമാണ്. അതിൻ്റെ ഒരു വേസ്റ്റേജ് മാത്രമേ നമുക്ക് ഒഴിവാക്കാനും അതിൻ്റെ ഒരു ലേബർ നമ്മൾ അഡീഷണൽ കാണേണ്ടേ ഉള്ളൂ. ആദ്യമുള്ള ഫ്ലോറിൻ്റെ ലെവൽ എങ്ങനെയാണോ ആ ഒരു ലെവലിൽ നമുക്ക് ഇപ്പോഴും ടൈൽ ഓൺ ടൈൽ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ ടൈലിൻ്റെ ലെവലൊക്കെ കറക്റ്റ് ലെവലായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഒരു ടൈൽ ഓൺ സിസ്റ്റത്തിൽ ടൈലിൻ്റെ മുകളിൽ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു അഡീഷണൽ എക്സ്പെൻസ് വരിക ഡോർ കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം ടൈലിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ഡോറ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. വീണ്ടും മുമ്പുള്ള ടൈലും മുമ്പുള്ള ഡോറും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പം ടൈൽ ഓൺ ടൈൽ സിസ്റ്റം ചെയ്യുമ്പോൾ ആ ഗ്യാപ്പൊക്കെ പോയിട്ട് ഡോർ അടയ്ക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഡോറ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത്. ഒരു ടൈലിൻ്റെ കനം മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. ആദ്യം ടൈൽ ചെയ്തിട്ടുള്ളത് ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ്, സ്പൈസർ ഒന്നും കൊടുക്കാതാണ്. പക്ഷേ ഇപ്പം നമ്മൾ സ്പൈസർ 3mm സ്പൈസർ ക്ലിപ്പ് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഏകദേശം ഈ ഒരു കളർ വരുന്ന അപ്പോക്സിയും ഇതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണിക്കുന്നത് ബെഡ്റൂമിൽ ടൈൽ ഓൺ ടൈൽ സിസ്റ്റം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ഈ വീടിൻ്റെ ഫുള്ളി ഫ്ലോർ മൊത്തം നമ്മൾ ഈ ഒരു 4x2 ടൈല് നമ്മൾ ലേ ചെയ്യുന്നുണ്ട്. ടൈലിൻ്റെ മുകളിൽ നമ്മൾ പുതിയൊരു ടൈൽ ഒട്ടിച്ചും ചെയ്ത് അതിൻ്റെ മുകളിൽ സ്കാറ്റിങ് വെച്ച് അപ്പോക്സിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഇത്. ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഈ ഒരു ഫൈനൽ ലുക്ക് കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല മുമ്പ് ടൈലിന്റെ മുകളിൽ ടൈൽ ഒട്ടിച്ചിട്ടുള്ള ടൈലാണ് എന്നുള്ളത്. ഇവിടുത്തെ ആ പഴയ ബെഡ്റൂം എത്രത്തോളം മാറ്റാൻ പറ്റും അത്രത്തോളം മാറ്റിയതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. ഇവിടെ ഇപ്പം നമ്മൾ ടൈലിന്റെ വർക്ക് പുതിയതായിട്ട് ചെയ്ത് അതുപോലെ തന്നെ ഫർണിച്ചറിന്റെ വർക്കും പെയിന്റിന്റെ വർക്കും ഇന്റീരിയറിന്റെ വർക്കൊക്കെ ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണിത്.